നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ പെഡിലാന്തസ് കേർലി പിങ്ക്. ഇതിന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലകൾക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു ചുരുണ്ടാണ് ഇതിൻ്റെ ഇലകളിരിക്കുന്നത്. അതേപോലെ ഇലകൾക്ക് അത്യാവശ്യം വെയിലടിക്കുമ്പോൾ പിങ്ക് കളറിലോട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കേർലി പിങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് വെയിൽ വേണ്ട ഒരു സ്ഥലത്ത് വേണം സെറ്റ് ചെയ്യാൻ. ഇതിന് വെയിൽ കൊണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇലകൾ പിങ്ക് കളറിലോട്ട് മാറത്തുള്ളൂ എന്ന് കരുതി ഒരുപാട് വെയിൽ വേണ്ട. രാവിലത്തെ 1-2 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി. ഒരു സെമി ഷെയ്ഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. നമ്മളിതിന് പോട്ടി മിക്സായിട്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണ് വേണം. ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഞാനിവിടെ എടുത്തേക്കുന്നത് മണൽ ഒരല്പം ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാണകപ്പൊടി, നീം കേക്ക് പൗഡർ ഇതെല്ലാം ചേർത്തൊരു പോട്ടി മിക്സാണ് ഞാൻ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. സ്റ്റെം കട്ട് ചെയ്ത് നമ്മൾ വെച്ച് കഴിയുമ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ നമുക്കിതിന് ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം ഇടവിട്ടുകൂടെ നനച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മണ്ണൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ.